മറ്റൊരു ചിറ്റ്ചാറ്റാണ് ഷാജൻ അലക്സാണ്ടറുമായിട്ടാണ്. അദ്ദേഹം മലയാളി അമേരിക്കനാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലുണ്ട്. അദ്ദേഹമായിട്ട് ഒരു ചിറ്റ്ചാറ്റിലാണ്. കാരണം ഇസ്രായേലുമായിട്ടുള്ളതാണ് ഇഷ്യൂ. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ് ഷാജൻ. ഏത് രീതിയിലാണ് അമേരിക്കൻ ജനത ഈ പറയുന്ന ഇറാനിൽ ഇടപെട്ടതിനെ അവിടെയുള്ള ഭൂരിപക്ഷം ജനതയെ ആൾക്കാരെങ്ങനെയാണ് ഇത് കാണുന്നത്? ഡെഫിനറ്റ്ലി രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകള് പ്രത്യേകിച്ച് വളരെ ലിബറലായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ലിബറലായിട്ടുള്ള ആളുകളും ഈവൻ റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള ചില ആളുകൾക്കും ഈ ഒരു സ്ട്രൈക്കിനോട് വിയോജിപ്പുണ്ട്. പക്ഷെ ഒരു നല്ല ശതമാനം ആളുകള് തീർച്ചയായിട്ടും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. അത് 2015 അന്നത്തെ സെനറ്റർ ആയിരുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഫോറിൻ സെക്രട്ടറി ആയിരിക്കുന്ന സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന മാർക്കോ റൂബിയോ സെനറ്റിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് എനിക്കൊരാൾ അയച്ചു തന്നത് ഞാൻ കണ്ടതാണ്. ഇത് 2015 നടന്നതാണ്. അതായത് പ്രസിഡന്റ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് മാർക്കോ റൂബിയോ സെനറ്റർ ആയിരുന്നപ്പോൾ സെനറ്റിൽ നടത്തിയ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളാണ്: ഇറാൻ ഒരു ത്രെട്ടാണ്, ഇറാൻ അമേരിക്കയ്ക്ക് ത്രെട്ടാണ്, ഇറാൻ ഇസ്രയേലിന് ത്രെട്ടാണ്, ഇറാൻ GCC രാജ്യങ്ങൾക്ക് ത്രെട്ടാണ്, അതിന് ചുറ്റുമുള്ള മറ്റ് ചെറിയ രാജ്യങ്ങൾക്ക്, ലോകത്തിന് തന്നെ ഇറാന്റെ ഒരു റെജീം, ആ ന്യൂക്ലിയർ അന്ന് ഏത് പ്രസംഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഇറാന് ഏതാണ്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുത്തു. അപ്പൊ അതിനെ എതിർക്കുന്ന ഒരു പ്രസംഗത്തിനിടയിലാണ് മാർക്കോ റൂബിയോ ഈ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞത്. അതിനകത്ത് ഇടപെടാനുണ്ട്. അത് ഇറാന് പണം കൊടുത്തതല്ല, അമേരിക്ക ഇറാനിൽ നിന്നും വാങ്ങിയ എണ്ണയുടെ പണമാണ് കൊടുത്തത്. കാരണം അത് ഫ്രീസ് ചെയ്ത് ഇറാനുമായിട്ട് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. അതാണ് കൊടുക്കാൻ ശ്രമിച്ചത്. അതെ ഞാൻ പറഞ്ഞു. അതായത് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ഇറാനുമായിട്ടുണ്ടായിരുന്ന ട്രേഡ് ഡീൽ ഫ്രീസ് ചെയ്ത് വെച്ചത് ഒബാമ അത് അൺഫ്രീസ് ചെയ്തു. ഒബാമ അഡ്മിനിസ്ട്രേഷൻ അൺഫ്രീസ് ചെയ്തു. ട്രംപ് അതിനുശേഷം വന്നപ്പോൾ ട്രംപ് വീണ്ടും ഫ്രീസ് ചെയ്തു. ബൈഡൻ വന്നപ്പോൾ ബൈഡൻ വീണ്ടും അത് അൺഫ്രീസ് ചെയ്തു. അപ്പൊ ഞാൻ ഇതിനകത്ത് US പൊളിറ്റിക്സ് കാണാതിരിക്കാൻ പറ്റത്തില്ല. ഇറാൻ ഇത്രയും ഈ കാലയളവിൽ, ഈ കഴിഞ്ഞ ട്രംപിന്റെ ഫസ്റ്റ് ടൈമിലെ 4 വർഷത്തെ കാലയളവിൽ ഒഴിച്ചാൽ ഇറാന് അമേരിക്കൻ ഗവൺമെന്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗമായിരുന്ന ഒബാമയും ബൈഡനും നൽകിയ സപ്പോർട്ട് ഇറാനെ ഇത്രമാത്രം ശക്തമാകാനായിട്ട് സഹായിച്ചു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പാടില്ല. ഡെഫിനറ്റ്ലി US പൊളിറ്റിക്സ് അതിന്റെ ഒരു ഭാഗമാണ്. അതേസമയം പ്രസിഡന്റ് ട്രംപിന്റെ ആദ്യ ടൈമിൽ ഇത് ഫ്രീസ് ചെയ്തു, ബൈഡൻ വന്നു വീണ്ടും അൺഫ്രീസ് ചെയ്തു, വീണ്ടും പ്രസിഡന്റ് ട്രംപ് വന്നു വീണ്ടും ഫ്രീസ് ചെയ്തു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു നാൾ വഴി എന്ന് പറയുന്നത്, ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആരും വാറിനെ അംഗീകരിക്കുന്നില്ല. വാർ വേണമെന്ന് നമുക്കാർക്കും താല്പര്യമില്ല. ഒരു മനുഷ്യനും വാർ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ ചില കാര്യങ്ങള് നടത്തിയെടുക്കാൻ ഒരു ഒഫൻസ് പ്ലേ ഇല്ലാതെ നമുക്ക് നടക്കില്ല. വി ഹാവ് ടു പ്ലേ ദ ഒഫൻസ് ഗെയിം. അപ്പൊ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അതാണ്. അപ്പൊ വെദർ യു എഗ്രി ഓർ നോട്ട്. പിന്നെ ഒരു ഡിഫറൻസ് കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു കാര്യം, ഈ കഴിഞ്ഞ നാളുകളിൽ അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്ത ഈ ഒരു വോക്ക് പൊളിറ്റിക്സ്, റാഡിക്കൽ ലെഫ്റ്റ് വോക്ക് പൊളിറ്റിക്സിന്റെ ഒരു അതിപ്രസരം, അതിനു മുൻപ് അമേരിക്ക ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും കൺഗ്രഷണൽ മെമ്പേഴ്സ് ഒന്നിച്ചു നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ രാജ്യത്ത് അതിനൊരു വ്യത്യാസം കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഈ ഒബാമയുടെയും ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെയും ഒരു കോൺട്രിബ്യൂഷൻ ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു കാലത്തും അതിനു മുമ്പ് ക്ലിന്റൺ ആയിരുന്നെങ്കിലും ബുഷ് ആയിരുന്നപ്പോഴും ബുഷിന്റെ സമയത്ത് നടന്ന കുവൈറ്റ് സമയത്തെ വാറ്, ഇറാഖ് വാറ്, അതിനൊക്കെ ഈ കൺഗ്രഷണൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നടക്കുന്നത് എന്താണ്? ഇന്ന്
വളരെ മോശമായ രീതിയിലാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെയൊക്കെ കാണുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. എല്ലാ കാലത്തും രാജ്യം ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ഒന്നിച്ചു നിന്നിരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ന് രണ്ട് തട്ടിലാണ്. അത് തീർച്ചയായിട്ടും വളരെ അപകടകരമാണ്. ഫിലഡൽഫിയയിലെ പെൻസിൽവേനിയ സെനറ്റർ ആയിരിക്കുന്ന ജോൺ ഫെറ്റർമാൻ ഇന്ന് വളരെ ശക്തമായിട്ട്, ഡെമോക്രാറ്റിക് സെനറ്റർ ആയിരിക്കുന്ന ജോൺ ഫെറ്റർമാൻ അതിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് ശരിയല്ല, തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രൈക്ക് അനിവാര്യമായിരുന്നു. വളരെ കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ പ്രോഗ്രസീവ്, ഈ വോക്ക് ലിബറൽ മറ്റ് നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കോമൺ സെൻസ് ഉള്ള കാര്യങ്ങളെ വളരെ പ്രായോഗികമായിട്ട് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ചത്. അപ്പം തീർച്ചയായിട്ടും അമേരിക്കയിൽ രണ്ട് തട്ടിലാണ് ആളുകൾ, അതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പ്രധാന കോൺട്രിബ്യൂഷൻ ഈ ഒരു ലിബറൽ വോക്ക് അതിപ്രസരമാണ് എന്നത് പറയാതിരിക്കാൻ തരമില്ല. ഇതിനകത്ത് രണ്ടാമതൊരു ചോദ്യം ചെയ്യാം. കാരണം ഡെമോക്രാറ്റ്സിനകത്ത് തന്നെ സെനറ്റേഴ്സും കോൺഗ്രസ്മാൻ ഇതിനകത്ത് തന്നെ വലിയൊരു വിഭാഗം ട്രംപിനെ അനുകൂലിക്കുന്നു എന്ന സംഭവം ഞാനിത് കാണുന്നുണ്ട്. കാരണം അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇറാൻ ഇന്റർവെൻഷൻ ആവശ്യമാണെന്ന് പറയുന്ന ഡെമോക്രാറ്റ്സും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു. ഞാൻ എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞത്, എനിക്ക് ഡെമോക്രാറ്റിക് പാർട്ടി, നമ്മളിപ്പോ ഇവിടെ പിന്നെ കോൺഗ്രസ് മുക്ത ഭാരത് എന്നൊക്കെ BJP പറയുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ് മുക്ത കേരളം എന്ന് CPM പറയുന്നത് പോലൊന്നും ഞാൻ ഒരിക്കലും ആ ഒരു പൊളിറ്റിക്സിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും ഒരു സ്ട്രോങ് ഓപ്പോസിഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരു ഓപ്പോസിഷൻ പാർട്ടി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യം അല്ലാതാകുമല്ലോ. നമുക്ക് ഇറ്റ് വിൽ ബിക്കം എന്താ പറയാ, ഒരു ഏകാധിപത്യത്തിലേക്ക് പോകും ഡെമോക്രസിയിൽ പ്രതിപക്ഷം ഇല്ല എങ്കിൽ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സെന്റർ ലീനിങ് ആയിട്ടുള്ള റാഡിക്കൽ ലെഫ്റ്റ് അല്ലാത്ത ഒത്തിരി കൺഗ്രഷണൽ മെമ്പേഴ്സും സെനറ്റേഴ്സും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ അവിടെ നമുക്ക് ഈ ബില്ല് പാസ്സാക്കേണ്ടപ്പോഴും ഗവൺമെന്റ് ഷട്ട് ഡൗൺ വരുമ്പോഴും എന്തുകൊണ്ടാണ് ഷട്ട് ഡൗൺ ഒഴിവാക്കാൻ പറ്റുന്നത്? അങ്ങനെയുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഷട്ട് ഡൗൺ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള ഡെമോക്രാറ്റിക് ലീഡേഴ്സ്, അങ്ങനെയുള്ള ഡെമോക്രാറ്റിക് കൺഗ്രഷണൽ മെമ്പേഴ്സ് വളർന്നു വരേണ്ട ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് പൊളിറ്റിക്സ്. ഡെമോക്രസി. വേറൊരു കാര്യമുണ്ട്. കാരണം നമ്മളിപ്പോൾ വെനസ്വേല നോക്കുവാണെങ്കിലും നിക്കോളാസ് മഡുറോസിനെ പിടിച്ചുപോയത് നോക്കുവാണെങ്കിലും ട്രംപ് അതിനുശേഷം അമേരിക്കൻ എക്കോണമിയും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റും അതേപോലെ തന്നെ അമേരിക്കൻ ബിഗ് കോർപ്പറേഷൻസ് ആണെങ്കിലും വലിയ ജയൻസ് ആണെങ്കിലും വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ എക്കോണമി മാറിയേക്കുവാണ് ഓരോ വാറ് കഴിയുമ്പോഴും, കോൺഫ്ലിക്റ്റ് കഴിയുമ്പോഴും. ഈ ഇറാൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അമേരിക്കൻ എക്കോണമി വീണ്ടും ബൂം ചെയ്യുമോ? ഇപ്പം വെനസ്വേലയിൽ നിന്ന് നടന്ന ഒരു അല്ലെങ്കിൽ മുഡ്രോനെ പിടിച്ചു. ഇതിനപ്പുറത്തേക്ക് ഇപ്പൊ ഈ ഒരു അഡ്മിനിസ്ട്രേഷനിലേക്ക് നടന്ന ട്രാൻസിഷന് ശേഷം ഈ വിരോധികൾ പറയുന്നു അമേരിക്കൻ എക്കോണമി വളരെ മോശമായിട്ട് പോവുകയാണ്, സ്റ്റോക്ക് മാർക്കറ്റ് തകരുകയാണ്. ഞാൻ ഏറ്റവും അതിനുള്ള ഒരു പ്രൈം എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഗ്യാസ് പ്രൈസ്, ഓയിൽ പ്രൈസ് കുറയുമ്പോൾ അമേരിക്കൻ എക്കോണമിയിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ചലനം ഉണ്ടാവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബിസിനസ് ഇൻ US എന്ന് പറയുന്നത് ട്രക്കിംഗ് ബിസിനസ്സാണ്. അതായത് ഈ റീറ്റെയിൽ ഇൻഡസ്ട്രിയെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്ന ഈ ട്രക്കിംഗ് ബിസിനസ്, അതുപോലെ തന്നെ ഗ്യാസ് യൂസ് ചെയ്ത് നടത്തുന്ന പ്ലാന്റുകള്, മീറ്റ് പ്ലാന്റുകള്, പിന്നെ ചിക്കൻ പ്രൊഡക്ഷൻ യൂണിറ്റുകള്, അപ്പൊ ഇതിന്റെയൊക്കെ പ്രൈസിങ് ഫാക്ടർ കൺട്രോൾ ചെയ്യുന്നതിനകത്ത് ഈ ഓയിലിനൊരു ഒരു സ്ഥാനമുണ്ട്. അപ്പോ അതുകൊണ്ടാണല്ലോ എല്ലാവരും അമേരിക്ക വെനസ്വേലയിൽ പോയത് ഓയിലിന് വേണ്ടിയാണ്, ഇറാനിൽ പോകുന്നത് ഓയിലിന് വേണ്ടിയാണ്. നോ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഓയിൽ റിസർവ് എന്ന് പറയുന്നത് ഇതിലൊക്കെ വലിയൊരു എമൗണ്ട് ഓയിൽ റിസർവ് ആണ്.
എക്കോണമി ഈ രാജ്യങ്ങൾക്ക് പോയിട്ടൊരു വാർന്നു പോയത് കൊണ്ട് അല്ല അതിനകത്ത് എനിക്ക് ഷാജനോട്, കാരണം അമേരിക്കയ്ക്ക് വലിയ ഓയിൽ റിസർവ് ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ അമേരിക്കയ്ക്ക് ഓയിലിന്റെ കംപ്ലീറ്റ് അവർക്ക് കൺട്രോളിലാക്കണം. ഉറപ്പായിട്ട് ചൈനയെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ചൈനയ്ക്ക് ഇത് ആവശ്യമുണ്ട്, മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം ആവശ്യമുണ്ട്. അതൊരു ബിസിനസ് തന്നെയല്ലേ ബേസിക്കലി? തീർച്ചയായിട്ടും അമേരിക്ക യു എസിന് വേണ്ടി മാത്രമല്ല ആ ഒരു കൺട്രോളിന് വേണ്ടി യു എസ് ശ്രമിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ യു എസ്. ഇപ്പം അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു കൺട്രോള് എടുത്തിട്ട് കാര്യമില്ല. ചൈന ഈസ് എ ഫാക്ടർ, റഷ്യ ഈസ് എ ഫാക്ടർ. അപ്പൊ ചൈനയുടെ ത്രെട്ട്, റഷ്യയുടെ ത്രെട്ട്, അതിനെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓയിലിന്റെ മേലൊരു ഡോമിനൻസ് ഉണ്ടാവണം. അപ്പൊ യു എസിന് ഒരു ഡോമിനൻസ് ഉണ്ടായില്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ചൈനീസ് ഗവൺമെന്റിന് ഡോമിനൻസ് ഉണ്ടാകും. അപ്പൊ അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് നമ്മൾ ശ്രീലങ്കയിൽ ചൈന നടത്തിയത് എന്താണെന്ന് നമുക്കറിയാം. ഇന്ത്യയുമായിട്ടുള്ള ചൈനയുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലുകളിൽ നമുക്കറിയാം എന്താണ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ബോർഡറിൽ നടക്കുന്നത്. അപ്പൊ ചൈനയ്ക്ക് ഒരു ഡോമിനൻസ് വരുന്നതാണോ നല്ലത്, അതോ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് ഒരു ഡോമിനൻസ്? കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് അമേരിക്ക, ഞാൻ എപ്പോഴും കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലെ 4 വർഷം അല്ലെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ ട്രംപ് മാറും. അതിനുശേഷം ഒരുപക്ഷെ ഒരു ഡെമോക്രാറ്റിക് പ്രസിഡന്റ് വരാം. അതിനുശേഷം വീണ്ടും 8 വർഷം കഴിയുമ്പോൾ ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് വരാം. അല്ലെങ്കിൽ ട്രംപ് മാറിയാൽ വീണ്ടും അടുത്ത 4 വർഷത്തേക്ക് 8 വർഷത്തേക്കോ ഒരു റിപ്പബ്ലിക്കൻ തന്നെ വരാം. അപ്പോൾ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ പാർട്ടിക്കോ ഉള്ള പോളിസീസ് വ്യത്യസ്തമായിരിക്കും. ട്രംപിന്റെ പോളിസി ആയിരിക്കില്ല ഒരുപക്ഷെ ജെ ഡി വാൻസോ മാർക്കോ റൂബിയോ വരുമ്പോൾ ഉണ്ടാവുന്നത്. അത് ഡിപ്പെൻസ് ആണ്, അത് ബേസിക്കലി ഡിപ്പെൻസ് ആണ്. ഞാൻ അതുമായിട്ട് കൗണ്ടർ ചെയ്ത് വേറെ ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഇസ്രായേൽ എക്കോണമി, അതായത് ഈ പറയുന്ന ഗാസ വാർ തുടങ്ങുന്നതിന് മുമ്പ്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എക്കോണമി ഒന്ന് സാഡായി, വീക്കായി. അത് കഴിഞ്ഞ് ഇറാനിയൻ വാർ കഴിയുമ്പോഴും മറ്റുള്ള ലെബനൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും ഹൂത്തികൾ കഴിയുമ്പം ഈ പറയുന്ന ഇസ്രായേലിന്റെ എക്കോണമി ഭയങ്കരമായിട്ട് ബൂം ചെയ്തു. ഇത് കാരണം അവർ വല്ലാതെ ഡോമിനേറ്റ് ചെയ്തു. ബേസിക്കലി വാർ എന്ന് പറഞ്ഞൊരു വാർ എക്കോണമിയാണോ, ബൂമിങ് എക്കോണമിയാണോ? തീർച്ചയായിട്ടും വാറ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ എയറോസ്പേസ് ഇൻഡസ്ട്രി. അതായത് ഫൈറ്റർ ജെറ്റുകള്, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ്, ലോക്കീഡ് മാർട്ടിൻ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ബോയിങ് പോലെയുള്ള കമ്പനികള്, ഇവിടെ നടക്കുന്ന അവരുടെ എക്യുപ്മെന്റ്സ്, അതിന്റെ ചെറിയ കമ്പോണൻസ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ബിസിനസ്. അപ്പൊ തീർച്ചയായിട്ടും വാർ നടക്കുമ്പോൾ ഒരു ബിസിനസ് ഉണ്ട്. പക്ഷെങ്കിൽ ആ ബിസിനസിന് വേണ്ടി അല്ല നമ്മൾ ഈ വാറിലേക്ക് പോകുന്നത്. ഞാൻ തിരിച്ചു വരാം. ഈ പറയുന്ന വാറ് ഇപ്പൊ അമേരിക്ക, ഇറാൻ, അതേപോലെ ഇസ്രായേൽ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന ആയുധ മാർക്കറ്റ്, അതായത് വെപ്പൺസിന്റെ ഇൻഡസ്ട്രി, എയറോസ്പേസ് ഇൻഡസ്ട്രി, ഇതിന് ഡിമാൻഡ് കൂടുന്നില്ലേ ഇല്ല? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥ ക്വസ്റ്റ്യൻ കൂടുന്നുണ്ട്. ഇറ്റ്സ് എ റിയാലിറ്റി. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, ഇതൊരു ബിസിനസ് ആണോ ഇതിന്റെ മുഖ്യം? അതായത് ഓയിലുണ്ട്, വെപ്പൺസ് ഉണ്ട്, അതേപോലെ ഇതേപോലെയുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി ഉണ്ട്. ഇതൊക്കെ മാറ്റർ ചെയ്യുന്നില്ല? ഇതാണ് എന്റെ ചോദ്യം. ഇതെല്ലാം അതിന്റെ ബൈ പ്രോഡക്റ്റ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ അങ്ങനെയുള്ള ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരു രാജ്യം, നമ്മൾ പറയുന്നു ഇവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒക്കെ പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോഴും പ്രതിപക്ഷം എപ്പോഴെങ്കിലും മറ്റൊരു രാജ്യത്തോട്, ചൈനയോടോ റഷ്യയോടോ അല്ലെങ്കിൽ ഇസ്രയേലിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തോട് ഈ രാജ്യത്തെ പൗരന്മാർ അപേക്ഷിച്ചിട്ടുണ്ടോ ഞങ്ങളെ രാജ്യത്ത് വന്നൊന്ന് ബോംബ് ചെയ്ത് ഈ റെജിമിനെ ഒന്ന് മാറ്റി ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലവിലുണ്ടോ? ഉണ്ടോ ഇല്ലയോ? കറക്റ്റ് ആണ് പറഞ്ഞ സംഭവം. ഇല്ല. ആ സ്ഥാനത്താണ് ഇറാനിലെ
നല്ലൊരു എനിക്ക് ഞാൻ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു 80-81% എന്നാണ്. ഞാൻ അത്രയും ഇല്ലെങ്കിലും ഏതാണ്ട് മോർ ദാൻ 50% ഓഫ് ഇറാനിയൻ പീപ്പിൾ, 50%-ലധികമായുള്ള ഇറാനിയൻ ജനത തെരുവിലിറങ്ങിയപ്പോൾ 30,000-ലധികം ആളുകളെ കൊന്നു തള്ളി ഒരു റെജീമിന് അന്ന് എവിടെ പോയി നമ്മുടെ ഈ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് എവിടെയായിരുന്നു? ഞാൻ നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്, കറക്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇന്ന് അർണാബ് ഗോസ്വാമിയുടെ ചർച്ചയുടെ ഇടയിൽ ഒരു റഷ്യൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുള്ള ഒരു പാനലിസ്റ്റ് ഇങ്ങനെ വാദോരാത് പറയുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 30,000 സാധുക്കളെ കൊന്നപ്പോൾ, അവിടുത്തെ സ്ത്രീകളെ റേപ്പ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഈ വികാരം എവിടെയായിരുന്നു? അന്നേരം നിങ്ങളുടെ ഇമോഷൻ എവിടെയായിരുന്നു? തീർച്ചയായിട്ടും ഇത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ചു പോയതല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. നൈജീരിയയിൽ നിന്ന് കണ്ണുനീരോടെ ആളുകൾ പറയുകയാണ്. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ലോകത്ത് നമ്മുടെ സൊസൈറ്റി, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നെയ്ബർഹുഡിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളുണ്ട്. എന്റെ അടുത്ത് വന്ന് എനിക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിവില്ലാത്തപ്പോൾ എന്റെ വീട്ടിൽ വന്ന ഒരാൾ ബഹളം ഉണ്ടാക്കുമ്പോൾ ഞാൻ വന്നിട്ട് ചോദിക്കും, മാത്യു സാമുവൽ എന്നെ സഹായിക്കാമോ, താങ്കൾക്ക് അതിനുള്ള ബലമുണ്ട്, പവറുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മാത്യു സാമുവലിന് അതിന് ഒരു മനുഷ്യത്വമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബുള്ളി ചെയ്യുന്നവർക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കും. ഇവരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയാണെന്നോ ഒരു ഇതിനകത്തിലെ വില്ലൻ. അമേരിക്കയും പ്രസിഡന്റ് ട്രംപുമാണ് അമേരിക്കൻ വിരോധികളായിട്ടുള്ള രാജ്യങ്ങളുടെ വില്ലൻ എന്ന് പറയും. അങ്ങനെ ആയിക്കൊള്ളട്ടെ, കാരണം എല്ലാ കാലത്തും അങ്ങനെയാണ് അത് വരുന്നത്. ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യാനോ അത് ഇല്ലായ്മ ചെയ്യാനോ ഇതിനെ കൺവിൻസ് ചെയ്യാനോ ഒന്നും നമ്മൾ ആളല്ല. നമുക്ക് ഉള്ള ബോധ്യങ്ങൾ പറയുവാനും എന്റെ ബോധ്യങ്ങളിലും കൺവിക്ഷൻസും നമ്മൾ ഒന്നിച്ച് ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ചിറ്റ്ചാറ്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ല, ഞാൻ ബേസിക്കലി നിങ്ങളെ പ്രോബ് ചെയ്യാനോ അതേപോലെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയല്ല. കാരണം പല ആൾക്കാർക്കും പല രീതിയിലുള്ള തോന്നലുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അമേരിക്കൻ സപ്പോർട്ടർ എന്ന നിലയിൽ നിങ്ങൾ എന്താണ് പറയാനുള്ളത്? അതാണ് എനിക്ക് അതിനു വേണ്ടിയാണ് ഇതൊരു, അല്ലാതെ ടാർണിഷ് ചെയ്യാൻ അങ്ങനെ. ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി ഇഫ് യു ആസ്ക് മീ ഡു യു സപ്പോർട്ട് വാർ, അബ്സല്യൂട്ട്ലി നോ. കാരണം എന്തോ ഒരു കഷ്ടമായി ഇപ്പോൾ അനുഭവിക്കുന്നത്. എനിക്ക് എന്റെ കസിൻസ്, എന്റെ ബ്രദേഴ്സ്, എന്റെ ഫാമിലി ഒക്കെ ദുബൈയിലുണ്ട്. എന്റെ സുഹൃത്തുക്കളുടെ സഹോദരങ്ങൾ ദുബൈയിലുണ്ട്. എന്റെ വാഹനം ഓടിക്കുന്ന, ഞാൻ നാട്ടിൽ വരുമ്പോൾ എന്റെ മാനേജറായിട്ടുള്ള ഒരു പയ്യനുണ്ട്, എന്റെ വാഹനം ഓടിക്കുന്ന ഒരാളുണ്ട്. അവരുടെ 2 സഹോദരങ്ങള്, അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് അവിടെ ജീവിക്കുന്ന ആളുകളാണ്. ദോഹയിൽ ഞങ്ങളുടെ ഫാമിലി ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഇത് പെയിൻഫുള്ളാ. നമുക്ക് തീർച്ചയായിട്ടും ഇത് നമ്മൾ വാറിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് ഈ റെജീം ചേഞ്ച് വാസ് ഇൻഎവിറ്റബിൾ. കഴിഞ്ഞ 10-40 അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ന്യൂക്ലിയർ സാധനങ്ങൾ ഉണ്ടാക്കരുത്, അതേപോലെ തന്നെ ലോങ് റേഞ്ച് മിസൈൽ ഉണ്ടാക്കരുത്, ഇതാണ് ചർച്ച പൊതുവെ പബ്ലിക്കിനോടും മീഡിയയോടും ഒക്കെ പറയുന്നത്. പക്ഷെ അവസാനത്തെ റൗണ്ട് ചർച്ചയിൽ ഒമാൻ ആണ് മീഡിയേറ്റ് ചെയ്തത്. അതിനകത്ത് ഈ പറയുന്ന അബ്ബാസ് അഗറാച്ചി അദ്ദേഹം സമ്മതിച്ചു, അതായത് 1% മാത്രമേ എൻറിച്ച് യുറേനിയം അവരുടെ കയ്യിൽ വെക്കുകയുള്ളൂ, ബാക്കി 460-50 അവർ റഷ്യക്ക് കൈമാറാം. അതും അവർ സമ്മതിച്ചു. അതിനുശേഷം ഈ പറയുന്ന ലോങ് റേഞ്ച് മിസൈൽ ഉണ്ടാക്കില്ല എന്നും പറഞ്ഞു. ഇതൊക്കെ പറയുന്നത് ഒമാൻ്റെ ഫോറിൻ മിനിസ്റ്ററാണ്. ബേസിക്കലി അതല്ല ഇഷ്യൂ, റെജീം ചേഞ്ച് ആയിരുന്നു. പക്ഷെ അത് പബ്ലിക്കിനോട് പറഞ്ഞില്ല. അതിനെ എഗ്രി ചെയ്യുന്നുണ്ടോ? അത് രണ്ടും ഫാക്ടറാണ്. കാരണം റെജീം ചേഞ്ച്, ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഇവരുടെ പവർ പ്ലാന്റിലേക്ക് യൂസ് ചെയ്യാനുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ലാസ്റ്റ് സ്ട്രൈക്കില് ഈ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഒരു നല്ല ശതമാനം നശിപ്പിച്ചു. അതോടുകൂടി അവരുടെ ധൈര്യം കുറെ പോയി. അപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തമാശയായിട്ടാണെങ്കിലും ഞാൻ ഒരാളോട് പറഞ്ഞു, ഒരു മൂവിയില് പിന്നെ ഞാൻ ഏതോ ഒരു മൂവിയിൽ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ആക്ടർ പറയുന്നത്, നീ അടി എന്നെ ആദ്യം, നീ അടി, അപ്പൊ മറ്റേ പറയുന്നത് നീ എന്നെ ആദ്യം അടി എന്ന് പറയുന്ന ഒരു രീതിയിൽ ചുമ്മാതെ പറയുകയാണ്. യു കം വിൽ സീ യു ഇപ്പൊ ഈ നെഗോസിയേഷന് പോകുമ്പോൾ നമ്മൾ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ നെഗോസിയേഷന് പോകുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഡിപ്ലോമസി കീപ്പ് ചെയ്ത് വേണ്ട നെഗോഷിയേറ്റ് ചെയ്യാൻ. യുഎസിന് അല്ലെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വാറിനെല്ലാം ശേഷം ഇങ്ങനെയൊരു യുദ്ധത്തിലേക്ക് പോകാൻ ഒരിക്കലും ഇസ്രയേലിന്, പക്ഷെ ഇതവരുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ റെജീം എന്ന് പറയുന്നത് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് 3-4 ഡെക്കേഡായിട്ട് അവരുടെ എക്സിസ്റ്റൻസിന് ദ വെരി ത്രെട്ട് ഫോർ ദെയർ എക്സിസ്റ്റൻസ്.
അപ്പൊ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പൊ ഈ ഒറ്റ രാത്രി കൊണ്ട് ഈ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ഒന്നും പോസിബിൾ അല്ല. But definitely regime change is very important. I would say that is the primary thing. ആ regime ചേഞ്ചിന് ഈ ന്യൂക്ലിയർ വെപ്പൺസോ അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ അവരുടെ കേപ്പബിലിറ്റിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതും ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നു. ഒരു കോയിനിട്ട് രണ്ടു വശമായിട്ട് പോകണം. അത് നള്ളിഫൈ ചെയ്യണം. അതേസമയം തന്നെ ഈ റെജീം ചേഞ്ച് ഉണ്ടാവണം. ഇത് യുഎസിനെ സംബന്ധിച്ചിടത്തോളം ഇത് 2015 മാർക്കോ റൂബിയോ പറഞ്ഞതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. കാരണം GCC രാജ്യങ്ങളിൽ ഇപ്പോഴതിന്റെ യാഥാർത്ഥ്യം പുറത്തു വന്ന അമേരിക്കൻ പത്രമായ പൊളിറ്റിക്കോ അവർ റിപ്പോർട്ട് ചെയ്യുന്നു, അമേരിക്കയെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് ഇറാനിൽ അറ്റാക്ക് ചെയ്യാൻ മുഹമ്മദ് ബിൻ സൽമാന്റെ അനിയനായ ഡിഫൻസ് മിനിസ്റ്റർ സൗദി അറേബ്യ, അതേപോലെ തന്നെ നഹിയാൻ UAE പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ, ഈ രാജ്യങ്ങളെല്ലാം പറയുന്നത് ഇറാൻ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ റിജീമല്ല അവിടെ മുഴുവനും മാറണം. ബേസിക്കലി ഈ രാജ്യങ്ങളൊക്കെ പുറത്ത് കാണിക്കുന്നത് വാറിനെതിരാണ്, പക്ഷെ ഇവരും രഹസ്യമായിട്ടും പരസ്യമായിട്ടും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഇപ്പൊ ഇന്ന് ഞാൻ വായിച്ചു സൗദി UAE എല്ലാം പറഞ്ഞൊരു കാര്യം. ആദ്യം അവർ പറഞ്ഞത് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യും, അതായത് ഞങ്ങൾക്കെതിരെ ഇപ്പൊ ഈ യുക്രൈൻ കാണിച്ചത് അനാവശ്യമായ ഒരു കാര്യമാണ്, ഞങ്ങൾ ഒരിക്കലും US ഈ ബേസിൽ നിന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അവരൊരു നിലപാടെടുത്തു. ആ ബേസിൽ നിന്നല്ലല്ലോ ഇറാനെ അറ്റാക്ക് ചെയ്തത്. ഇസ്രയേലും US ഓഫ് കോഴ്സ് ആ ബേസും യൂസ് ചെയ്യാതുള്ള ഒരു അറ്റാക്കിൽ എന്തിന് ഈ GCC കൺട്രീസിനെ ഇവർ അറ്റാക്ക് ചെയ്യും? ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോ ഒരു കാലത്തും ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ അറബ് കൺട്രീസിനെ, ഈ GCC കൺട്രീസിനെ ഇവർ അറ്റാക്ക് ചെയ്തത്? അപ്പൊ തീർച്ചയായിട്ടും ഇനി മുൻപോട്ട് പോകുമ്പോൾ ഇവരാരും ഇവരെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവർക്ക് എന്തെങ്കിലും ഇവരോടൊരു ലീനിയൻസി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതോടുകൂടി അത് തീർന്നു. കാരണം സൗദി ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കേട്ടത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ സൗദി വിൽ ജോയിൻ ദ US-Israel ടീം. സൗദി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു US-Israel ജോയിന്റ് അറ്റാക്കിൽ സൗദി ഭാഗമാകും. UK ഇതുവരെ അവർ മിണ്ടാതിരുന്നിട്ട് UK പോലും ആദ്യം അതിനെ അനുകൂലിച്ചില്ല. ഇന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ബ്രിട്ടൻ വിൽ ടേക്ക് പാർട്ട് ഇൻ ദ അറ്റാക്ക്. അപ്പൊ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ അഗെയിൻ വി കം ബാക്ക് ടു ദ റെജീം ചേഞ്ച്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ്. ഇപ്പൊ ഞാനൊരു ഫ്യൂച്ചർ പ്ലാൻ ഞാൻ ഇന്നൊന്ന് നോക്കിയിട്ടൊന്നും അമേരിക്ക പ്രോബ്ലി അവരത് വെളിവിടുന്നില്ലായിരിക്കും. ദേ മേ ഹാവ് സം കൈൻഡ് ഓഫ് പ്ലാൻ, ബട്ട് ദ പ്ലാൻ ഈസ് നോട്ട് യെറ്റ് റെഡി ടു പുട്ട് ഔട്ട്. അതൊരു കൺഫ്യൂഷനാണ്. ഇപ്പൊ ഒരു ചോദ്യം കൂടെ, ഇപ്പം റെജീം ചേഞ്ച് ആയി കഴിഞ്ഞാൽ അമേരിക്കയുടെ കൺട്രോളിലായിരിക്കും ഇറാൻ. അങ്ങനെയാണെങ്കിൽ മാർക്കോ റൂബിയോ ആയിരിക്കും അത് ഭരിക്കുന്നത്. നേരത്തെ വെനസ്വേലയുടെയും ക്യൂബയുടെ കാര്യം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു കാര്യം നടക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് തന്നെ, അതായത് ഈ GCC കൺട്രീസിന്റെ ഒക്കെ ഒരു താല്പര്യമുള്ള, ഇവർക്കും ഒക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ഇറാനിൽ നിന്ന് തന്നെ ഉണ്ടായി വരേണ്ടതാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ഇവരുടെ റെവല്യൂഷണറി ഗാർഡ്, ഈ ഗാർഡ് സബ്മിസീവ് ആകുന്ന ഒരു ലീഡർ ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഫ്യൂച്ചറിൽ ഇതിന്റെ എന്താ പറയാ, ഈ ഗാർഡിനകത്തിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുകയും ഒരു വിഭാഗം ആളുകള് വീണ്ടും ഒരു റാഡിക്കൽ ടെററിസ്റ്റ് ആറ്റിറ്റ്യൂഡിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു കാലത്ത് ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനോ ഒരു റീബിൽഡ് നടക്കാനോ ഉള്ള സാധ്യതയില്ല. അവിടുത്തെ ആളുകൾ തെരുവിലിറങ്ങുമ്പോൾ അവർ പറയുന്നത് എന്താണ്? മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ. ഓഫ് കോഴ്സ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് അവർക്കും ഇതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് അവര് ലോകം മുഴുവൻ അവര് സെലിബ്രേറ്റ് ചെയ്യുന്നതും പ്രസിഡന്റ് ട്രംപിനെ താങ്ക് യു പറഞ്ഞുകൊണ്ട് വ്യക്തികളായിട്ട് പല സോഷ്യൽ മീഡിയാസിൽ മുഴുവൻ പേഴ്സണലി ആളുകള് ആക്ട്സ് നൗ എന്ന് പറഞ്ഞിടത്തു നിന്ന് ഹി ഹാസ് ആക്റ്റഡ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് തന്നെ ഒരു ലീഡർ സ്പ്രൗട്ട് അപ്പ് ചെയ്തതായിരിക്കും
ഡെഫിനറ്റ്ലി ഇതിന് നല്ലത്. അതിന് US ഒരു സപ്പോർട്ട് കൊടുക്കുക, ഇസ്രയേൽ സപ്പോർട്ട് കൊടുക്കുക, GCC കൺട്രീസ് അതിനെ സഹായിക്കുക, അതാണ് ഒരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, ഒരു ലോങ് ലാസ്റ്റിംഗ് ഡെവലപ്മെന്റിന് വേണ്ടി. എനിവേ താങ്ക് യു വെരി മച്ച്. നല്ലൊരു ചിറ്റ് ചാറ്റ് ആയിരുന്നു. അടുത്തൊരു ടോപ്പിക്. Thank you. താങ്ക് യു ഷാജ. താങ്ക് യു.